തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ BJP പള്ളിയിൽ കയറി ഇറങ്ങുന്നുണ്ട്, അരമനകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. സുരേഷ് ഗോപി പാർലമെന്റ് മെമ്പർ ഇതുവരെ മിണ്ടിയിട്ടില്ല. രാജ്യം വിട്ടു പോയോ എന്ന് തന്നെ സംശയമുണ്ട്. മറ്റൊരു കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ കേന്ദ്രമന്ത്രി അദ്ദേഹം മിണ്ടിയിട്ടില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമാണ് അവരെല്ലാം ഈ ദേവാലയത്തിലും ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ തന്നെ കയറുന്നത്. തൃശ്ശൂർ മത്സരിച്ചപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള പേക്കൂത്തുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഏത് ആട്ടിൻ തോലിലുള്ള ഉള്ളിലായാലും കൃത്യസമയത്ത് തന്നെ ചെന്നായി പുറത്തു ചാടും എന്നതിന്റെ തെളിവാണ് സുരേന്ദ്രന്റെ പ്രസ്താവന. അതുപോലെ തന്നെ നമ്മുടെ സമൂഹം വർണ്ണ ജാതി വിവേചനങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ സാമൂഹ്യ ഭിന്നത വളർത്താനേ ഉപകരിക്കുക. പൊതുസമൂഹത്തിൽ ഇത്തരം വിദ്വേഷ പ്രചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമായി കാണാനാവില്ല, മറിച്ച് BJPയുടെ സാമൂഹിക കാഴ്ചപ്പാടുകളിലുള്ള അബദ്ധധാരണകളെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളോട് കാണിക്കുന്ന സമീപനം അത് കേരളത്തിലും കാണിക്കാമെന്ന് സുരേന്ദ്രനും BJPയും RSSും വിലയിരുത്തിയാൽ അത് കേരളത്തിൽ നടപ്പിലാക്കാവുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. കേരളം സാമൂഹികപരമായും സാംസ്കാരികപരമായും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത് രാജ്യത്തിനാകെ തന്നെ മാതൃക കാണിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതൊരിക്കലും കീഴടങ്ങുന്ന പ്രശ്നമേ ഇല്ല.